അപ്പോൾ ഇതിൽ ഒരു മനുഷ്യനെ മനുഷ്യനാക്കുക അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രത്യേകത ഇതൊക്കെയാണ് ഈ ഒരു അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനമായി സ്ട്രൈക്ക് ചെയ്തതെന്ന് പറഞ്ഞു. എങ്കിലും ഇപ്പോൾ ഇസ്ലാം മാത്രമല്ലല്ലോ മനുഷ്യനെ മനുഷ്യനാക്കാന്നോ അല്ലെങ്കിൽ ആ ഒരു ധാർമ്മികത പഠിപ്പിക്കാന്നോ ഒന്നും പറയുന്നത്, അല്ലെങ്കിൽ വിമോചനം പഠിപ്പിക്കുക എന്നൊക്കെ അവകാശപ്പെടുന്ന ഇസ്ലാം മാത്രമല്ലല്ലോ. വേറെയും ഒരുപാട് ദർശനങ്ങളുണ്ട്, മതങ്ങളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പിന്നെ അതായത് ഇപ്പോൾ ഈ നന്മ തിന്മ ശരി തെറ്റ് പോലത്തെ വിഷയങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അത് ഖുർആൻ തന്നെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇതിങ്ങനെ ഏതെങ്കിലും ഏകപക്ഷീയമായോ അല്ലെങ്കിൽ സാമുദായികമായോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒന്നിനെങ്ങനെ കേന്ദ്രീകരിച്ചൊന്നും നിൽക്കുന്ന ഒന്നല്ല. ഈ സന്മാർഗം എന്ന് പറയുന്നത് ശരിക്ക് ഇപ്പോൾ വായു പോലെ, വെള്ളം പോലെ, വെളിച്ചം പോലെ ഇതൊക്കെ പൊതുവാണല്ലോ, പൊതുവായിട്ടുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. എന്നതുപോലെ ഈ സന്മാർഗം എന്ന് പറയുന്നതും എന്താണ്, അത് പൊതുവായിട്ടുള്ള ഈ പറയുന്ന സന്മാർഗത്തെ പ്രവാചകന്മാർ ഇപ്പോൾ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി, അതിനു മുമ്പ് ഉള്ള ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വന്ന പ്രവാചകന്മാരൊക്കെ ഇതേ കാര്യം തന്നെയാണല്ലോ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ ഖുർആൻ അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നു. അങ്ങനെ ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ വന്ന് പഠിപ്പിച്ച പിന്നെ അധ്യാപനങ്ങൾ അതിലൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോഴും എന്തുണ്ട്, അവരുടെയൊക്കെ പിന്മുറക്കാരായ സമൂഹങ്ങളായിട്ട് നിലനിൽക്കുന്നവരുണ്ട്. അതിലൊക്കെ ഇപ്പോഴും എന്തുണ്ട്, ശരികളുണ്ട്, സത്യങ്ങളുണ്ട്, നന്മകളുണ്ട്, എല്ലായിടത്തും ഉണ്ടത്. പക്ഷെ അതിലൊക്കെ ഉള്ള ശരികൾ ഭാഗികമാണ്, അതിൽ എന്തില്ല, പൂർണ്ണതയില്ല എന്നുള്ളതാണ്. എന്നാൽ അതിലുള്ള എല്ലാ ശരികളെയും ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഖുർആൻ പരിശോധിച്ചാൽ എനിക്ക് പലപ്പോഴും തോന്നിയ കാര്യമാണ്, ഈ മുൻകാല കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്, മുൻകാല പ്രവാചകന്മാരെ കുറിച്ച്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മുഹമ്മദ് നബി ഈ അന്ത്യപ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട ഈ കാര്യമൊക്കെ അന്ന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അതിനെ ഓർമ്മപ്പെടുത്താനാണല്ലോ ഇതിങ്ങനെ, അതിൻ്റെ തുടർച്ചയാണിത്, അതിൻ്റെ തുടർച്ചയും പൂർണ്ണതയുമാണത്. അതിനപ്പുറത്ത് ഇത് വേറൊരു സാധനമായിട്ട് ഇങ്ങനെ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ഇതിലൊക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഇതിപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ദൈവികമാണെന്ന് വിശ്വസിച്ച് പോരുന്ന വേദഗ്രന്ഥങ്ങൾ ഇവിടെ പല സമൂഹങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ആ വേദങ്ങളിലൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഖുർആൻ പഠിപ്പിക്കുന്ന അടിസ്ഥാന അധ്യാപനങ്ങൾ അതുമാത്രമല്ല, പലപ്പോഴും ഈ ചര്യകളുമായി ബന്ധപ്പെട്ട ചെറുതാണെന്ന് നമ്മൾ തോന്നുന്ന എല്ലാ കാര്യങ്ങളും അർത്ഥത്തിൽ ഇങ്ങനെ ചിതറിപ്പരന്ന് കിടക്കുന്നതായി കാണാൻ പറ്റും. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രവാചകന്മാർ ഇവിടെയൊക്കെ വന്ന് ഈ സത്യം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഖുർആൻ എന്ത് ചെയ്യുന്നു, അതിനംഗീകരിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് അതിനംഗീകരിക്കുന്നു. പക്ഷേ അതിലെന്തെന്ന് വെച്ചാൽ ഭാഗികമാണ്, പൂർണ്ണമല്ല. അതിൻ്റെ ഒരു പൂർണ്ണത നമുക്കിതിൽ കണ്ടെത്താൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അർത്ഥത്തിൽ അത് പൂർണ്ണമാണെന്ന് മനസ്സിലാക്കുമ്പോൾ എന്താവുന്നു, അതിലേക്ക്